ആലപ്പുഴ കായംകുളത്ത് സ്വർണം കവർന്ന ശേഷം വയോധികയെ കായലിൽ ജീവനോടെ കെട്ടിത്താഴ്ത്തിയ കേസ് ഏറെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. കുടുംബവുമായുള്ള അടുപ്പം മുതലെടുത്താണ് പ്രതി പ്രകാശൻ കൊല്ലപ്പെട്ട തങ്കമ്മയുടെ വീട്ടിലെത്തിയത്. അതിനിടെയായിരുന്നു കവർച്ചയും കൊലപാതകവും. കേസിൽ പിടിയിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി താമസിക്കുന്ന കനകക്കുന്നിലെ വീട്ടിലും ആഭരണങ്ങൾ വിറ്റ കായംകുളത്തെ സ്വർണ്ണ വ്യാപാരശാലയിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. കൊല്ലപ്പെട്ട തങ്കമ്മയുടെ ബന്ധുവുമായി സൗഹൃദം സ്ഥാപിച്ച പ്രകാശൻ കുറേ നാളത്തെ ആസൂത്രണത്തിന് ശേഷമാണ് കൊലപാതകം നടത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മത്സ്യത്തൊഴിലാളികളാണ് വിവസ്ത്രയാക്കപ്പെട്ട നിലയിൽ വയോധികയുടെ മൃതദേഹം കായലിൽ കണ്ടെത്തിയത്. കൈകാലുകൾ കെട്ടി കഴുത്തിൽ വലിയ കല്ല് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. തുടക്കത്തിൽ തന്നെ കൊലപാതകമാണെന്ന് വ്യക്തമായ കേസിൽ പോലീസിന്റെ തന്ത്രപരമായ അന്വേഷണത്തിലാണ് അയൽവാസിയായ പ്രകാശൻ പിടിയിലായത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കനകക്കുന്നിലെ വീട്ടിലും പ്രകാശൻ ആഭരണങ്ങൾ വിറ്റ കായംകുളത്തെ സ്വർണ്ണ വ്യാപാരശാലയിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. അസഭ്യ വർഷത്തോടെയാണ് നാട്ടുകാർ പ്രകാശിനെ വരവേറ്റത്. പ്രതിയുടെ വീട്ടിൽ നിന്നും സ്വർണം വിറ്റ് കിട്ടിയ പണവും ഈ പണം ഉപയോഗിച്ച് പണയത്തിൽ നിന്ന് തിരിച്ചെടുത്ത സ്വർണമാലയും പോലീസ് കണ്ടെടുത്തു. ആറാട്ടുപുഴ കള്ളിക്കാട് സ്വദേശിയായ പ്രകാശൻ 2 വർഷം മുൻപാണ് കനകക്കുന്നിൽ വീടും വസ്തുവും വാങ്ങി താമസം ആരംഭിച്ചത്. തനിച്ചു താമസിക്കുന്ന തങ്കമ്മ എപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുമായിരുന്നു. സ്വർണ്ണമോഷണവും കൊലപാതകവും പ്രകാശൻ നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. തങ്കമ്മയുടെ ബന്ധു രാജേഷുമായി പ്രകാശൻ സൗഹൃദം സ്ഥാപിച്ചിരുന്നു. അതുവഴി തങ്കമ്മയുടെ വീട്ടിലും പരിചയമുണ്ടാക്കി. ഗ്യാസ് റിപ്പയർ ചെയ്യാൻ തങ്കമ്മ പ്രകാശനെ വിളിച്ചിരുന്നു. ഇതിനുശേഷമാണ് കൊലപാതകം. 80-കാരിയായ തങ്കമ്മയെ തലയ്ക്ക് പിന്നിലടിച്ച് ബോധരഹിതയാക്കിയ ശേഷം കൈകാലുകൾ ബെഡ്ഷീറ്റും കൈലിയും ഉപയോഗിച്ച് കെട്ടി കായലിൽ താഴ്ത്തുകയായിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴി. തങ്കമ്മയെ കല്ലുകെട്ടി കായലിൽ താഴ്ത്താൻ ഉപയോഗിച്ച കയറാണ് പ്രതിയിലേക്കെത്താൻ പോലീസിന് സഹായിച്ചത്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാറുള്ള ഇത്തരം കയർ ഇടയ്ക്ക് മത്സ്യബന്ധനത്തിന് പോകാറുള്ള പ്രതിയുടെ വീടിന്റെ സമീപത്ത് കണ്ടതായി അയൽവാസികൾ പോലീസിനോട് പറഞ്ഞിരുന്നു. തുടർന്ന് പ്രകാശൻ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത കൂടി കണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.